നിങ്ങൾക്കൊരു ഗ്രാൻഡ് വിത്താറോ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. പക്ഷേ കമ്പനി സ്റ്റീരിയോയിൽ തന്നെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കൂട്ടാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അറിയുമോ? നമുക്ക് നോക്കിയാലോ. ഇപ്പം ഒരു സോങ് വെച്ചിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിൻ്റെ ഇപ്പോഴുള്ള കണ്ടീഷനും നമ്മളത് ട്യൂൺ ചെയ്തതിനു ശേഷമുള്ള കണ്ടീഷനും നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. ഇപ്പോൾ നമ്മളിതിൽ വെക്കണത് ഒരു മലയാളം പാട്ടാണ്. അപ്പോൾ മൊബൈലിൽ ബ്ലൂടൂത്ത് കണക്റ്റിലാണ് വെക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ? വളരെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സോങ് അല്ലേ കേൾക്കണമെങ്കിൽ? തീരെ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. ഇനി നമുക്ക് സെറ്റിങ്സ് നോക്കാം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഫസ്റ്റ് നമ്മുടെ വണ്ടി ഓണാക്കിയതിന് ശേഷം നമ്മുടെ ഹോം മെനുവിലേക്ക് വരിക. അതിനുശേഷം ഇതിൽ ഫസ്റ്റ് നമ്മുടെ അങ്ങനെ ഒരു വീടിൻ്റെ ചിഹ്നം പോലത്തെ സംഭവം ഉണ്ടാവും. ഇത് നമ്മുടെ ഹോമാണ്. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് എത്തി. അതിനുശേഷം ഇതാണ് നമ്മുടെ ഈക്വലൈസർ. ഈക്വലൈസർ എന്ന് പറയുന്നത് നമുക്ക് പാട്ട് ട്യൂൺ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈക്വലൈസറിലേക്ക് പോകാം. ഈക്വലൈസറിൽ പോകുമ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. ഇത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു 3 സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ECGയുടെ ചിഹ്നം പോലെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. സിമ്പിൾ സംഭവമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് മെനു നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇതെന്ന് പറയുന്നത് ഓരോ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെറ്റിങ്സാണ്. ഇതിൽ നമുക്ക് സെലക്ട് ചെയ്താലും പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ട്യൂൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മടിയന്മാരാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടത് ട്യൂൺ ചെയ്ത് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഓരോരുത്തർക്കും പല രീതിയിലുള്ള സൗണ്ടായിരിക്കും ഇഷ്ടപ്പെടുക. ചിലവർക്ക് ചിലപ്പോൾ കുറച്ച് ബീറ്റായിരിക്കും, ചിലവർക്ക് കുറച്ച് ട്രബിളായിരിക്കും. അപ്പോൾ നമ്മുടെ ചെവിക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല മറ്റുള്ള ചെവിക്ക്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കസ്റ്റമൈസ് ചെയ്തെടുക്കാനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെയാണോ? കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ താങ്കൾ മാത്രം വണ്ടി ഓടിക്കുമ്പോൾ ഒരു സെറ്റിങ്സിലിടാം, ബീറ്റ് കൂടുതലുള്ളപ്പോൾ. നമ്മുടെ ഫാമിലി മാത്രമായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സിംഗിളായിട്ടുള്ള വേറൊരു കണ്ടീഷനിലേക്ക് യൂസറിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ട്രബിളൊക്കെ കൂടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലെവലിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം വെച്ചത്. അപ്പോൾ ചിലപ്പോൾ ചിലവർ ഉപയോഗിക്കാറുണ്ട് ഇത് ക്ലാസിക്കൽ പാട്ട് ഉപയോഗിക്കുമ്പോൾ ഒന്ന്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് റോക്ക് ബീറ്റ് ഉള്ളപ്പോൾ ഒന്ന്, മെലഡി ഒന്ന്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത് പോവാം. അപ്പോൾ ഇതിലുള്ള സെക്കൻഡ് ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു സംഭവം വരും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ഗെയിംസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ 16, 3 ഇങ്ങനെ ബാൻഡുകൾ നമുക്ക് മാറ്റാം. അപ്പോൾ 3 എണ്ണം ചെയ്താൽ മതി. ഇത് നമുക്ക് 16 എണ്ണം, ബേസിക്കലി 16 എണ്ണമാണ് കിടക്കണം. അപ്പോൾ നമ്മൾ 16 തന്നെയാണ് ചെയ്യുന്നത്, മാറ്റണില്ല. പിന്നെ ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് യൂസർ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ പല രീതിയിൽ കേൾക്കുന്ന സമയത്ത് സെറ്റിങ്സ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിങ്സിലായിരിക്കും അത് വർക്ക് ചെയ്യുക. അപ്പോൾ മെലഡി കേൾക്കുമ്പോൾ ഒരെണ്ണം മതി, ഇംഗ്ലീഷ് പാട്ട് കേൾക്കാൻ വേറെ, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള മെത്തേഡിലേക്ക് പോകാം, കൺഫ്യൂഷൻ ആക്കണില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തൊരു സംഭവം കൂടി ഉണ്ട്, ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കളിപ്പിച്ചു തരാം. ഓക്കെ, ഇതിൽ നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള സ്പീക്കേഴ്സ് മാത്രമായിരിക്കും വർക്ക് ചെയ്യുക. ഇത് റൈറ്റ് സൈഡ് ബാക്ക്, ഇത് ലെഫ്റ്റ് സൈഡ് ബാക്ക്, ഇങ്ങനെ ഇത് നമ്മൾ സെൻട്രലാക്കി ഇടണം. ചിലപ്പോൾ ഇതെങ്ങനെ മാറി കിടക്കുന്നുണ്ടെങ്കിൽ ഈ സ്പീക്കറിലാവും സൗണ്ട് വരും. അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ചിലവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ സൈഡിലെ ആൾക്കാർക്ക് മാത്രം പാട്ട് കേൾപ്പിച്ചാൽ മതി. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഫെഡറൽ നമ്മൾ സെൻട്രലാക്കി ഉപയോഗിക്കാം. ഓക്കെ, അതിനുശേഷം ഇതിൽ സബ് ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ലൗഡ് സ്പീക്കറിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കിയാൽ മതി. കാരണം അത് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയാൽ നമുക്ക് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും മാറില്ല. ഓക്കെ, അടുത്ത ലൗഡ്നെസ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ബീറ്റ് കിട്ടും. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്പീക്കേഴ്സ് ക്വാളിറ്റി കുറവാണെങ്കിൽ ഭയങ്കര പതറിച്ച് വരും. അപ്പോൾ നമുക്ക് ഓഫാക്കിയിടാം. ഓഫാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് പോവാണ്. ഇതിങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മളതിൽ ഗെയിൻ എടുക്കുക. ഓക്കെ, ഗെയിൻ എടുത്തതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബീറ്റിൻ്റെ ഏരിയ ആണ്, ഈ ഒരു ഏരിയ. ഈ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ട്രബിളിൻ്റെ ഏരിയകളാണ് വരിക. ഇതിൽ മിഡിൽ എന്ന് പറയുന്നത് വോക്കലായിരിക്കും, സൗണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒരു മിഡിൽ റേഞ്ചിലേക്ക് കയറ്റാം. ഓക്കെ, ഇപ്പോൾ ക്ലാരിറ്റി മാറ്റം വരുന്നത് കണ്ടോ, തോന്നുന്നുണ്ടോ? അപ്പോൾ ഇപ്പം കണ്ടില്ലേ സൗണ്ട് വ്യത്യാസം വന്നത്? ഇത് നമുക്കൊരു ആവറേജ് ലെവലിൽ വെക്കാം. ട്രബിൾ നമുക്കൊരു ആവറേജിൽ വെച്ചാൽ മതി. വോക്കൽ ഒരു ആവറേജിൽ കയറ്റാം. ബേസ് കുറച്ച് കൂട്ടിയിടാം. ഇനി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാൻ സെയിം പാട്ട് തന്നെ വെക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ ക്ലാരിറ്റി മാറി?
നിറമകരുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ. ഓക്കെ കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബേസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ റേഞ്ചിലേക്ക് ബേസ് കൂട്ടിയിടാം. ഓക്കെ, സൗണ്ട് കുറവാണ്, നിങ്ങൾക്ക് വോക്കൽ കുറവ് മതി എന്നുണ്ടെങ്കിൽ ഈ ഏരിയ കുറയ്ക്കാം. ഈ ഏരിയയിൽ ട്രബിൾ കൂടുതലായിരിക്കും, അപ്പം അങ്ങനെ വേണേൽ വെക്കാം. ആവറേജ് ലെവൽ വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റിയിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുചിറകറിയാതെ ഉണ്ടാകുന്നേ പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താനേ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ബാസ് വേണമെങ്കിൽ ലാസ്റ്റത്തെ ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ലൗഡ് ഓൺ ആക്കുക. പക്ഷേ ലൗഡ് ഓൺ ആക്കുമ്പോൾ പതറിച്ച് വരാനുള്ള ചാൻസസ് ഉണ്ട്, കാരണം സ്പീക്കേഴ്സ് നോർമലാണല്ലോ. നോക്കൂ, ഒരു ആവറേജ് സൗണ്ടിലേക്ക് നമുക്ക് വെക്കാം. പക്ഷേ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കേൾക്കുകയാണെങ്കിൽ ലൗഡ് ഓഫ് ചെയ്തിടുക, എന്നിട്ട് നമ്മുടെ ബേസ് കൂട്ടിയിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വണ്ടിയിൽ ട്യൂൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പേര് എഴുതുക, ഏത് വണ്ടിയാണെന്നുള്ള എഴുതുക, സ്റ്റോക്കാണോ സ്റ്റീരിയോ എന്ന് എഴുതുക. അത് ട്യൂൺ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി വണ്ടിയിൽ നമ്മുടെ മൊബൈൽ എങ്ങനെ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യുക എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഓട്ടോമോട്ടീവ് സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം ഈ ഒരു പ്രശ്നം അവർക്കും ഉണ്ടായിരിക്കും. കാരണം ഒരു ഓഡിയോ സിസ്റ്റത്തിലേക്ക് മാറാനുള്ള ഒരു ബഡ്ജറ്റ് ചിലപ്പോൾ അവരിൽ ഉണ്ടാവില്ല, പക്ഷേ നല്ലൊരു ഓഡിയോ സിസ്റ്റം ട്യൂൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ദിസ് ഡിജിറ്റൽ അല്ലെങ്കിൽ പ്രീമിയം ഓട്ടോമോട്ടീവ് ഡെൽറ്റ കാസ്.